പീച്ചിങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇത്. കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേവി ഇല്ല, എന്നാലും ഇത് നമ്മളിങ്ങനെ പെരണ്ടിരിക്കുന്നത് ഒരു കറിയാണ്. ഒരു ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന മറാഠി സബ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നീളത്തിൽ കട്ട് ചെയ്ത് അങ്ങനെ ഒരിങ്ങനെ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു കട്ടിയുള്ള വേണം. അധികം ഞെങ്ങുന്നാണെങ്കിൽ നമ്മളത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് കേടായി പോവും. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ശരിയായിട്ട് വരില്ല. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കറി എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. കറി എന്ന് പറഞ്ഞാൽ ഒരു തോരനും അല്ല കറിയല്ലാത്തൊരു പരുവം കേട്ടോ. അപ്പോൾ വെൽക്കം ടു അനിതാസ് കിച്ചൻ കിങ്ഡം. കുറേ നാളെ നമ്മൾ കണ്ടിട്ട്. അപ്പം വീഡിയോ ഇടാനായിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വന്നു. അപ്പോൾ ഇനി നമുക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം എടുത്തിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം അത് എടുക്കാതെ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് തോരപ്പരിപ്പ്, ഒരു അര ഗ്ലാസ്, ചെറിയ ഇതില്ലേ, ഗ്ലാസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 3-4 സ്പൂണ് തുവരപ്പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് കുതിരാനായിട്ട്. ഈ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഈ സ്പൂണിന് ഞാനൊരു 3 സ്പൂൺ നിറച്ച് തുവരപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിരാൻ വച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട സാധനങ്ങൾ: 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഓണിയൻ സ്മോൾ കട്ട് ഫൈനലി ചോപ്ഡ്, then garlic 6 to 7 pearls that you have to cut small, 1 tomato, ഒരു ടൊമാറ്റോ വേണം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് തൂടുക്ക എന്ന് പറയും, പീച്ചിങ്ങ എന്ന് പറയും, തുരയെന്ന് പറയും, തുരയെന്ന് മറാഠിയിൽ പറയും. ഇതിങ്ങനെ അതിനകത്ത് ഉള്ള കട്ട് ചെയ്യുമ്പോൾ ഉള്ളത് അകത്തുള്ളൊന്നും കളയില്ല, അതോടുകൂടി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം ആദ്യം, അന്നേരം പിടിപിടിയെന്ന് ഇടാൻ പറ്റുള്ളൂ. അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു വെക്കും. പിന്നെ നമുക്ക് വേണ്ടത് കപ്പലണ്ടി, കുറച്ച് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി തുണ്ട് കളഞ്ഞത്. ഇത്രയും ഒരു വലിയ ചെറിയ ബൗളുണ്ടല്ലോ നമ്മുടെ കറിയൊക്കെ എടുക്കുന്നത്, അതിന് അത്രയും ഇത്രയും ഇത് വേണം. ഇത് നമുക്ക് ഇനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് കൊത്തമല്ലി ഇല. കണ്ടല്ലോ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇത്ര സാധനങ്ങൾ അടുപ്പിച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മസാലകളാണ്, അത് ഞാൻ കാണിക്കാം. കപ്പലണ്ടി ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, മിക്സിയിലിട്ടിട്ട്. ഇത് ഗോഡ മസാല എന്ന് പറയും. എല്ലാ കടകളും ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഗോഡ മസാല. ഇത് മഹാരാഷ്ട്രീയൻ സബ്ജിയാണ്, മെയിനായിട്ട് ദോഡ്ക സബ്ജി. അപ്പോൾ ഈ ഗോഡ മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാ സൂപ്പർ മാളിലും കിട്ടുന്നുണ്ട് ഗോഡ മസാല. അപ്പോൾ ഇത്തിരി ഗോഡ മസാല വേണം. ഇനി ബാക്കി വേണ്ട മസാല കാണിക്കാം കേട്ടോ. നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ നെയ്യിലാണ്. പിന്നെ കുറച്ച് വേണമെങ്കിൽ നമുക്ക് നെയ്യ് കുറച്ചെടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ എന്ത് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് എടുക്കുക. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്, വെളിച്ചെണ്ണ ഇതിൻ്റെ കൂടെ പോവില്ല. ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല, നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് നെയ്യ് മൂത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ജീരകം ഇടാം. ജീരകം 1/2 ടീസ്പൂൺ ജീരകം ഇട്ടു. അത് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇടേണ്ടത് ഇത് വെളുത്തുള്ളി അരിഞ്ഞത്. നമ്മൾ ജീരകവും വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഒന്ന് മൂക്കുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി ഇടാം. ഇത് മൂത്ത് കഴിഞ്ഞു. തീ കുറച്ചിട്ടു. ഞാൻ ഇനി ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ഉള്ളി അരിഞ്ഞതാണ്. ചെറിയ ഉള്ളി അരിഞ്ഞത് നമുക്ക് ഇടാം. നല്ലോണം ഉള്ളി അരിഞ്ഞത് ഇളക്കുന്നതിൻ്റെ കൂടെ ഇത് നല്ലോണം വഴറ്റണം. അതിനിടയ്ക്ക് ഞാൻ മസാല എടുത്തിട്ട് കാണിച്ചു തരാം മസാല എന്തൊക്കെയാണെന്ന്. ഇത് ഗോഡ മസാല ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീസ്പൂണ് നിറച്ച് ഗോഡ മസാലയുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾ. ഇത്
1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മറ്റേ മുളക്, നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ്, ഗോഡ മസാല, ടർമറിക്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സ്പൈസി ആൻഡ് 1.5 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, സോൾട്ട് ടു ടേസ്റ്റ്. ഉള്ളി വഴണ്ടപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് കരിവേപ്പില ഇട്ടു കേട്ടോ. ഇനി ഈ മസാലകളും ഉപ്പും എല്ലാം കൂടെ ഒന്നിച്ച് ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. ഇതാ എല്ലാം ഇട്ടു. നല്ലോണം ഇളക്കുക. തീ കുറച്ചിടുക. തീ കുറച്ചിട്ടിട്ട് ഇതിനെ നമുക്ക് ഇളക്കാം. ഇത് കണ്ടോ, ഇതെല്ലാം ഒന്നിച്ചാക്കണം. നമ്മൾ അവിടെ ഇവിടെയും മസാല ആയിപ്പോരും നല്ലോണം ഒന്നിച്ചാക്കിയിട്ട് നമുക്കിതിനെ ഇളക്കിയെടുക്കണം. കൂടെ കുറച്ച് നമ്മൾ എണ്ണ ഒഴിച്ചു, ഒരു 3 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു. കാരണം ഇനി നമുക്ക് ഇതിനകത്തിട്ടിട്ട് ഈ പീച്ചിങ് അല്ലെങ്കിൽ ഞങ്ങൾ ദോടുക്ക എന്ന് പറയാം, ദോടുക്ക നമുക്ക് ഒന്ന് വഴറ്റണം. ഇനി നല്ലോണം ഇളക്കിയെടുക്കുക. ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ അതുകൂടെ ഇറങ്ങിയിട്ട് നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടും. എളുപ്പമുള്ള സബ്ജിയാണ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തുവരപ്പരിപ്പിലെ അത് ഇടണം. നമ്മൾ പരിപ്പിട്ടു. ഇപ്പോൾ തന്നെ നല്ല വാസനയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗോഡ മസാലയുടെ വാസന നല്ലതായിട്ട് വരും. ഗോഡ മസാല ഓപ്ഷനിലാണ്, കിട്ടിയിട്ട് നല്ല കിട്ടുവാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ തക്കാളി ഇട്ടു, ഒരു തക്കാളി അരിഞ്ഞത്. ഇനി ആ എണ്ണയിൽ തന്നെ കിടന്നതെന്ന് വഴണ്ട് വരട്ടെ. ഇത് നല്ലോണം ഇളക്കിയിട്ടു. ആ തക്കാളിയൊക്കെ അതിനകത്ത് കിടന്ന് വഴലണം. നല്ലോണം വഴണ്ടിട്ടിട്ടുണ്ട് നമ്മൾ. ഇനി ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഒന്നും ഇപ്പോൾ ഒഴിക്കരുത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. നല്ല ചുമന്ന കളർ, നല്ല ടേസ്റ്റ്. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കണം. നിങ്ങൾക്ക് ഉപ്പ് പാകത്തിലാണെന്ന് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇറങ്ങട്ടെ. എന്നിട്ട് ഇത് വേവാൻ അധികം വെള്ളമൊന്നും വേണ്ട. നല്ലോണം ഇതിങ്ങനെ കലന്ന് വരും, നല്ലോണം ഉടഞ്ഞു വരും. അപ്പോൾ അതുവരെ ഒന്ന് അടച്ചിടാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം തളിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാനാണ്. ഈ പരിപ്പൊന്ന് വേവണം. ഇപ്പോൾ നല്ലോണം ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ വാട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇളക്കിയിട്ട് തീ ഒന്ന് കൂട്ടി വയ്ക്കുക. നല്ലോണം അടച്ചു വയ്ക്കിയിട്ട് വേവിക്കാൻ വച്ചിരിക്കുകയാണ്. തീ കൂട്ടി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് വെന്ത് കിട്ടാനായിട്ട്, ഒന്ന് കടിക്കാൻ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അടച്ചു വയ്ക്കിച്ച് വേവിക്കാം. അടച്ചു വെച്ചു. ഇനി വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത്. കണ്ടോ, നല്ല വറ്റി പരിപ്പൊക്കെ വെന്തു. ഇത് തീ ഇപ്പം കൂട്ടിയിട്ടു ഞാൻ. ഒന്നുകൂടെ വെള്ളം വറ്റാണ്ട്. ഇത് പെട്ടെന്ന് വേവുന്ന ഒരു ഇതാണ്. നമ്മൾ കുറച്ച് കട്ടിയുണ്ടെങ്കിലും വളരെ ചെറിയ ടൈപ്പിലുള്ളത്, അതായത് എന്താ പറയുക, പിഞ്ച് മേടിക്കാൻ നോക്കണം. എന്ന് വെച്ചാൽ സൈസിൽ പിഞ്ചല്ല, നമുക്കറിയാം പിഞ്ച് തരാം, പിഞ്ച് നോക്കി എടുക്കാനറിയാം. നമ്മൾ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയുള്ളതാണെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ അതിങ്ങനെ ഇതായിട്ടിരിക്കും. ഈ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ വേണം നമുക്ക് കപ്പലണ്ടി പൊടിച്ചിടാൻ. ഇതാ ഇതിങ്ങനെ നല്ലോണം ഇളക്കി വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കപ്പലണ്ടി പൊടിച്ച് വെച്ചിട്ടില്ലേ
ആ കപ്പലണ്ടി പൊടിച്ച് വെച്ചിരിക്കുന്ന നമുക്ക് തൂവാം. ഇതാ എന്നിട്ട് നല്ലോണം കപ്പലണ്ടി ഇത് റോസ്റ്റ് ചെയ്ത് പൊടിച്ചത് തൂവിട്ട് നമുക്ക് നല്ലോണം ഇളക്കാം. നല്ലോണം ഇളക്കുക. ഇപ്പോൾ തന്നെ സബ്ജി ആയിക്കഴിഞ്ഞു. ഇവിടെ നല്ല അടിപൊളി ദോഡ്ക്കയുടെ സബ്ജിയായി. ഗ്യാസ് ഓഫ് ചെയ്തു ഞാൻ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇടാൻ പോകുന്നു കൊത്തമല്ലിയില. അത് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. അടിപൊളി ദോഡ്ക്ക സബ്ജി റെഡിയായി. പീച്ചിങ്ങയുടെ സബ്ജി റെഡിയായി. നമ്മുടെ ചപ്പാത്തിക്കും എല്ലാ റൈസിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സബ്ജി. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഗോഡ മസാല എന്ന, അത് ഓപ്ഷണലാണ്. പക്ഷേ നിങ്ങൾക്ക് മറാഠി സബ്ജിയുടെ അല്ലെങ്കിൽ മഹാരാഷ്ട്രീയൻ സബ്ജിയുടെ ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് അത് ഇട്ട് കഴിഞ്ഞാൽ മറാഠി സബ്ജിയുടെ ടേസ്റ്റ് വരും. കണ്ടോ, സബ്ജി നല്ല അടിപൊളി നല്ല സബ്ജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിയുടെ കൂടെ അടിപൊളി സബ്ജിയാണ്. റബ്ബയിൽ പിള്ളേർക്ക് കൊടുത്തു വിടാനും നല്ലതാണ്. പ്രോട്ടീനും ഉണ്ട്, ദാലിടുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സബ്ജിയാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിച്ച് കാണിക്കാമേ. ചൂട് ചപ്പാത്തിയും സബ്ജിയും കൂടെ നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് ഈ സബ്ജി ചപ്പാത്തിയും കൂടെ കഴിച്ച് നോക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ഒന്നും എടുക്കുന്നില്ല, ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതാ ഒരു സൈഡിൽ നിന്ന് ഇച്ചിരി എടുക്കാം നമുക്ക്. അടിപൊളി സബ്ജി, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, ഞാൻ ഗ്യാരണ്ടി. കുട്ടികളെല്ലാം ഇഷ്ടപ്പെടും. കപ്പലിൻ്റെ നട്ടി ടേസ്റ്റോടെ വരെ വരുമ്പോൾ ആഹാ. ഞാൻ തിന്നിട്ടെ, നിങ്ങളിത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വേറെ എമ്മി ടേസ്റ്റ്. വൈൽഡ് എരിവും എല്ലാം. എരിവും നിങ്ങളുടെ ഇഷ്ടത്തിനിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യണേ. ഓക്കെ, ബൈ ബൈ. എല്ലാവരും കണ്ടതിൽ സന്തോഷം.